നിങ്ങൾക്ക് പരീക്ഷത്തിന്റെ കഥ അറിയാമോ? ഹിന്ദു പുരാണത്തിൽ, അതായത് മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് പരീക്ഷത്ത്. അഭിമന്യുവിന്റെ പുത്രനും അർജുനന്റെ പൗത്രനുമാണ് ഇദ്ദേഹം. ഈ പരീക്ഷത്ത് രാജാവ് ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ കാട്ടിൽ ധ്യാനനിരതനായിരുന്ന ശമീകൻ എന്ന മുനിയുടെ കഴുത്തിൽ ഒരു ചത്ത പാമ്പിനെ തമാശക്കെടുത്ത് ചുറ്റിവച്ചു. എന്നിട്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയി. പരീക്ഷത്ത് രാജാവ് അപമാനിച്ച മുനിയുടെ മകനായ സുങ്കി ഈ വിവരം അറിയുകയും തൻ്റെ അച്ഛനെ അപമാനിച്ച പരീക്ഷത്ത് രാജാവ് ഇന്നേക്ക് 7-ാം നാൾ തക്ഷകൻ എന്ന പാമ്പിന്റെ കടിയേറ്റു മരിക്കാൻ ഇടവരട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. തനിക്ക് ശാപമേറ്റ വിവരം അറിഞ്ഞ രാജാവ് തക്ഷകനിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു 7 നില മാളിക പണിയിച്ച് അതിനകത്ത് ഇരിപ്പായി. ശാപത്തിന്റെ അവസാന ദിവസം തക്ഷകന്റെ കൂടെയുള്ള നാഗങ്ങൾ ബ്രാഹ്മണരായി വേഷം മാറി കുറച്ചു പഴങ്ങളുമായി രാജാവിനെ കാണാൻ ചെന്നു. അതിലൊരു പഴത്തിന് തക്ഷകൻ ഒരു കൃമിയുടെ വേഷത്തിൽ ഒളിച്ചിരുന്നു. കൊട്ടാരത്തിലെത്തിയ ബ്രാഹ്മണർ രാജാവിന് പഴക്കൂട സമ്മാനിച്ചു. അതിലൊരു പഴമെടുത്ത് കഴിക്കാൻ നോക്കിയ രാജാവ് ആ പഴത്തിന് മുകളിൽ ഒരു ചെറിയ കൃമി ഇരിക്കുന്നത് കണ്ടു. തക്ഷകനോ തന്നെ കടിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്കിലും കടിച്ചോട്ടെ എന്ന് പറഞ്ഞ് ആ കൃമിയെ കൈകൊണ്ട് എടുത്ത് ശരീരത്ത് വച്ചു. ഉടൻ തന്നെ കൃമിയായ തക്ഷകൻ തൻ്റെ യഥാർത്ഥ രൂപമെടുത്ത് രാജാവിനെ കടിച്ചു. രാജാവ് മരിച്ചു. മഹാഭാരതത്തിലൊരു കഥയാണത്. ഈ കഥ ഇവിടെ പറയുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ പരീക്ഷത്ത് രാജാവിൻ്റെ അതേ അവസ്ഥയാണ് ഇന്ന് നമ്മുടെ PV അൻവറിന്. UDF എടുക്കുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ അവർക്കെതിരെ പണ്ട് പറഞ്ഞതിനൊക്കെ മാപ്പും ചോദിച്ച് UDFിലേക്കുള്ള വിളിയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹം. കേരളത്തിലെ തൃണമൂൽ കോൺഗ്രസിൻ്റെ തലതൊട്ടപ്പൻ ഇനി താനാണ് എന്ന് പ്രഖ്യാപിച്ച് ഇനി തന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിച്ച് ആശ്വാസം കൊണ്ടിരിക്കുമ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ യഥാർത്ഥ ഉടമ അൻവർ അല്ല, താനാണ് എന്ന് വ്യക്തമാക്കി CG ഉണ്ണി രംഗത്തെത്തിയത്. ഇതുവരെ അങ്ങനെ വലിയ വാർത്തകളിലൊന്നുമില്ലാത്ത ആളായിരുന്നു ഈ ഉണ്ണി. മാത്രമല്ല, അൻവറുമായി തട്ടിച്ചു നോക്കുമ്പോൾ വളരെ ചെറിയ ഒരാൾ. രാഷ്ട്രീയപരമായി അൻവറിനോട് മുട്ടി നിൽക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഉണ്ണി ഇപ്പോൾ തക്ഷക രൂപം പ്രാപിച്ച് അൻവറിനെ കൊത്താൻ ഇട്ടോടിക്കുകയാണ്. അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും ഇതുവരെ ഒരു തീരുമാനവും ആകാത്തത് കൊണ്ട് ഇപ്പോൾ ഉണ്ണി പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ പുള്ളിക്ക് പറ്റുന്നുള്ളൂ. ഇതൊക്കെ കണ്ട് സത്യം പറഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം കൺഫ്യൂഷനായി. അൻവർ തൃണമൂൽ കോൺഗ്രസിലുണ്ടോ? അവരുടെ കേരളത്തിലെ നേതാവ് യഥാർത്ഥത്തിൽ ആരാണ്? അൻവറാണ് നേതാവെങ്കിൽ ഈ CG ഉണ്ണി ആരാണ്? CG ഉണ്ണിയാണ് നേതാവെങ്കിൽ ഈ അൻവർ അംഗത്വമെടുത്ത തൃണമൂൽ കോൺഗ്രസ് ഏതാണ്? എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്തായാലും ഇതിലെല്ലാം കൃത്യമായ ഉത്തരങ്ങളുമായി CG ഉണ്ണി തന്നെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ ചേരണം എന്ന ആഗ്രഹവുമായി PV അൻവർ കൊൽക്കത്തയിലേക്ക് പോയ കാര്യം എല്ലാവർക്കും അറിയാം. കൊൽക്കത്തയിൽ വച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി അൻവറിനെ കണ്ടതും അൻവറിന് അദ്ദേഹം പാർട്ടി അംഗത്വം നൽകിയതും മാധ്യമങ്ങളിലൂടെ ഫോട്ടോകളായി നമ്മൾ കണ്ടതാണ്. അതോടുകൂടിയാണ് കേരളത്തിലുള്ളവർ ഉറപ്പിച്ചത് PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്ന്. എന്നാൽ ഇപ്പോൾ CG ഉണ്ണി പറയുന്നത് അങ്ങനെയല്ല. PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന കാര്യം തൃണമൂൽ കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷയായ മമതാ ബാനർജി ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ് CG ഉണ്ണി പറയുന്നത്. ദേശീയതലത്തിൽ തൃണമൂൽ കോൺഗ്രസിൽ അധികാര സംബന്ധമായ ചില വിഷയങ്ങൾ, അതായത് ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചിലരും ഈ വിഷയത്തിൽ മാറി നിൽക്കുകയാണ്. അതിനിടയിലാണ് PV അൻവർ കൊൽക്കത്തയിലെത്തി അഭിഷേക് ബാനർജിയെ കണ്ടതും തൃണമൂൽ കോൺഗ്രസ് അംഗത്വം ചോദിച്ചു വാങ്ങിച്ചതും. അതിനുശേഷം അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ കേരളത്തിലെ അധികാരി താനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നാണ് CG ഉണ്ണി പറയുന്നത്. അൻവറിൻ്റെ ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ചില പ്രത്യേക താൽപ്പര്യങ്ങൾക്ക് വേണ്ടി, അതായത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയിലൂടെ MLA ആയി UDF ഭരണം നിലവിൽ വന്നാൽ മന്ത്രിയാകണം എന്ന ലക്ഷ്യത്തോടെയുള്ള അൻവറിൻ്റെ നീക്കങ്ങളാണ് ഇതെന്നും CG ഉണ്ണി പറയുന്നു. ഒരു കോർഡിനേറ്റർ എന്ന പദവി മാത്രമേ അഭിഷേക് ബാനർജി PV അൻവറിന് നൽകിയിട്ടുള്ളൂ എന്നും പാർട്ടിയുടെ കേരളത്തിലെ മുഴുവൻ ചുമതലയും അൻവറിന് ഇല്ല എന്നും ഉണ്ണി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി
അൻവറെ തങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു എന്നും പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കാതെ സ്വന്തം തീരുമാനപ്രകാരം പ്രവർത്തിച്ചു തുടങ്ങിയതുകൊണ്ടാണ് അൻവറിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, അൻവറിന്റെ ഭാഗത്തു നിന്നും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ തനിക്ക് നടപടികൾ കൈക്കൊള്ളേണ്ടി വരുമെന്നും സി.ജെ. ഉണ്ണി വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിലെ നിലവിലെ കാര്യങ്ങൾ തൃണമൂൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷ മമതാ ബാനർജിയെ അറിയിച്ചിട്ടുണ്ട് എന്നും സി.ജെ. ഉണ്ണി പറയുന്നു. മമതാ ബാനർജിയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ദീദിയുടെ മറുപടി എത്തിക്കഴിഞ്ഞാൽ അൻവർ പാർട്ടിക്ക് പുറത്തേക്ക് പോകുമെന്ന് സി.ജെ. ഉണ്ണി ഉറപ്പിച്ചു പറയുന്നുണ്ട്. LDFിലേക്ക് ഇനി ഒരിക്കലും അൻവറിന് പോകാൻ കഴിയില്ല. UDFിലേക്ക് കയറിപ്പറ്റുക എന്നുള്ളത് മാത്രമാണ് അൻവർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് UDF പ്രവേശനം നടന്നില്ല എങ്കിൽ താൻ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകില്ലെന്ന് അൻവറിന് നന്നായി അറിയാമെന്നും ഉണ്ണി പറയുന്നു. താൻ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് അൻവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ചിത്രം ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ എന്നും ഉണ്ണി ചോദിക്കുന്നുണ്ട്. വീഡിയോ കോൺഫറൻസിലൂടെയാണ് കൂടിക്കാഴ്ച നടത്തി എന്ന് പറയുന്നു. ഒരു സ്ക്രീൻഷോട്ട് പോലുമില്ല. എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അൻവർ തന്നെ അത് എടുത്ത് പുറത്തു വിട്ടേനേ എന്നും ഉണ്ണി പറയുന്നുണ്ട്. അഭിഷേക് ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തിയപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ കാര്യങ്ങളെപ്പറ്റിയാണ് അദ്ദേഹം സംസാരിച്ചത്. നിങ്ങൾ പോയി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടേതായ റിസൾട്ട് ഉണ്ടാക്കിയിട്ട് വരൂ എന്നാണ് അഭിഷേക് ബാനർജി PV അൻവറോട് പറഞ്ഞതെന്നും സി.ജെ. ഉണ്ണി പറയുന്നു. പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDFിന്റെ ഭാഗമാക്കിയില്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കുമെന്നാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും നേരത്തെ പുറത്തുവന്ന വിവരങ്ങൾ. നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികൾക്കെതിരെ മത്സരിക്കും എന്ന നിർണായക തീരുമാനവും അൻവർ എടുത്തതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാരണം UDF മുന്നണിയിലേക്ക് കയറിപ്പറ്റുവാൻ പഠിച്ച പണി 18 നോക്കിയിട്ട് ഇപ്പോഴും മുന്നണി വാതിലിന്റെ മുന്നിൽ കുത്തിയിരിക്കുകയാണ് അൻവർ. അൻവറിനെ മുന്നണിയിൽ എടുത്താൽ നന്നായിരുന്നു എന്നും നിലവിലെ സാഹചര്യത്തിൽ അൻവർ UDFിന് മുതൽക്കൂട്ടാണ് എന്നുമൊക്കെ പല UDF നേതാക്കളും പറയുന്നുണ്ട്. പക്ഷേ ഇവർ പറയുന്നത് മാത്രമേയുള്ളൂ, കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇടതു മുന്നണിക്കെതിരെ, പ്രത്യേകിച്ച് CPMനെതിരെ, അങ്ങനെ പറഞ്ഞാലും പോരാ, മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ആരോപണങ്ങൾ പലപ്പോഴായി ഉന്നയിച്ചിട്ടും അൻവറിനെ മുന്നണിയിൽ എടുക്കുന്നതിനോട് കോൺഗ്രസിലെ ചിലർക്ക് ഇപ്പോഴും താല്പര്യമില്ല. മാത്രമല്ല, UDFിലെ ചില ഘടകകക്ഷികൾക്കും എതിർപ്പുണ്ട്. മുന്നണിയിലെ ഇടതു പാർട്ടിയായ RSPയുടെ എതിർപ്പൊക്കെ നേരത്തെ പുറത്തു വന്ന കേസുകളാണ്. നിലമ്പൂരിൽ ഇനി മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് അൻവർ MLA സ്ഥാനം രാജിവെച്ചത്. കോൺഗ്രസിന് പിന്തുണയും പ്രഖ്യാപിച്ചു. എന്നാൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി DCC പ്രസിഡന്റ് VS ജോയിയെ ഉയർത്തിക്കാട്ടുകയും ഇതിനിടെ ആര്യടൻ ഷൗക്കത്തിന് തള്ളിപ്പറയുകയും ചെയ്തു. ഇത് വിലപേശലാണെന്നും ഇത്തരം രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്നുമാണ് അൻവറിന്റെ UDF പ്രവേശനത്തെ എതിർക്കുന്നവർ പറയുന്നത്. UDFിലേക്ക് പ്രവേശനം നേടിയതിനു ശേഷം അൻവർ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു എങ്കിൽ UDF ഭയക്കുകയും ചിലപ്പോൾ അൻവറുമായി ചർച്ച നടത്തി കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇപ്പോൾ സത്യത്തിൽ പണി പാളിയിരിക്കുകയാണ്. UDF മുന്നണിയിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ വിലപേശൽ തന്ത്രം അൻവർ എടുത്തിട്ടത് അൻവർ മുന്നണിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ സാഹചര്യം എങ്ങനെയാകും എന്നുള്ളതിന് സൂചനകളാണെന്നാണ് ചില കോൺഗ്രസ് നേതാക്കളും UDF മുന്നണിയിലെ ചില ഘടകകക്ഷികളും പറയുന്നത്. എന്തായാലും കാര്യങ്ങൾ വിചാരിച്ച രീതിയിലേക്കല്ല പോകുന്നതെന്ന് അൻവറിന് മനസ്സിലാക്കി തുടങ്ങി. ഈ സാഹചര്യത്തിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDFിൽ എടുക്കണമെന്ന് അൻവർ ചില കോൺഗ്രസ് നേതാക്കളോട് ആവശ്യപ്പെട്ടത്. ഇല്ലാത്തപക്ഷം നിലമ്പൂരിൽ മത്സരിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് ജയസാധ്യത ഒരുക്കുമെന്നാണ് ഇപ്പോൾ അൻവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്നാണ് വിവരം. UDFിനോട് സഹകരിക്കാനുള്ള താൽപ്പര്യം വീണ്ടും അറിയിച്ച് അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, K സുധാകരൻ, KC വേണുഗോപാൽ, TK കുഞ്ഞാലിക്കുട്ടി എന്നീ നേതാക്കൾക്ക് 2 ദിവസം മുൻപ് കത്തയച്ചിരുന്നു. UDFിൽ തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കത്തയച്ചത്. ബംഗാളിലെ രാഷ്ട്രീയ പാർട്ടിയാണ് തൃണമൂൽ. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമാകും നിർണായകം. ഹൈക്കമാൻഡിന്റെ നിലപാട് അറിഞ്ഞതിനു ശേഷം മാത്രമേ KPCC തീരുമാനമെടുക്കുകയുള്ളൂ. അതേസമയം അൻവറിനെ അവഗണിക്കുന്നത് ഗുണകരമല്ലെന്നും പിന്തുണ അനിവാര്യമാണെന്നും കോൺഗ്രസിനുള്ളിൽ ഒരു വിഭാഗം പറയുന്നുണ്ട്. VD സതീശനെതിരായ ആരോപണങ്ങളിൽ അൻവർ മാപ്പ് പറഞ്ഞതോടെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താകുമെന്നുള്ളതും നിർണായകമാണ്. എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു പടി കൂടി കടന്ന് അൻവറിന്റെ ആരോപണത്തിന്മേൽ VD സതീശനെതിരെ കേസെടുക്കാനുള്ള നീക്കത്തിലാണ്. ഇത് ഏത് രീതിയിൽ അൻവറിന്റെ UDF പ്രവേശനത്തെ ബാധിക്കും എന്നാണ് കണ്ടറിയേണ്ടത്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ നിലപാട് അൻവറിന് അനുകൂലമാണ്. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗവും അൻവറിനെ അനുകൂലിക്കുന്നുണ്ട്. എന്നാൽ
അൻവറിനെ ഒരു കാരണവശാലും വിശ്വസിക്കാൻ പാടില്ല എന്നാണ് UDFിലെ ഭൂരിപക്ഷം പേരും പറയുന്നത്. RSP പോലുള്ള മുന്നണിക്കുള്ളിൽ പാർട്ടികൾക്ക് അൻവറിനോടുള്ള എതിർപ്പ് അൻവറിൻ്റെ UDF പ്രവേശനത്തിന് യഥാർത്ഥത്തിൽ തടസ്സമാവുകയാണ്.